ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്ന് നാരായണീയത്തിലെ 7-ാം ദശകം ആരംഭിക്കുകയാണ്. അതിലെ 1-ാമത്തെ ശ്ലോകം ബ്രഹ്മാവിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ഏവം ദേവ ചതുർദശാത്മക ജഗത് രൂപേണ ജാത പുനഃ തസ്യോർത്ഥം ഖലു സത്യലോകനിലയേ ജാതാസി ധാതാ സ്വയം. യം ശംസന്തി ഹിരണ്യഗർഭമഖില ത്രൈലോക്യജീവാത്മകം യോ ഭൂത് സ്ഫീതരജോ വികാരവികസൻ നാനാസി സൃക്ഷാരസഃ. അല്ലയോ ദേവ, ഇപ്രകാരം 14 ലോകങ്ങളുടെ രൂപത്തിൽ ജനിച്ച നിന്തിരുവടി പിന്നീട് ഈ 14 ലോകങ്ങളുടെ ഊർധ്വഭാഗത്തുള്ള, അതായത് വിരാട് രൂപത്തിൻ്റെ ശിരസ്സാകുന്ന സത്യലോകത്ത് സ്വയം ബ്രഹ്മാവായി രൂപം ധരിച്ചു. എല്ലാ ലോകങ്ങളുടെയും ആത്മഭൂതനായിരിക്കുന്ന ഈ ബ്രഹ്മാവിനെ ഹിരണ്യഗർഭൻ എന്നാണ് പറയുന്നത്. ഈ ബ്രഹ്മാവാകട്ടെ സ്ഫീത രജോവികാര വികസൻ നാനാസിസൃക്ഷാരസഃ, അതായത് വർദ്ധിച്ച രജോ ഗുണത്തിൻ്റെ ഫലമായി വിവിധ വസ്തുക്കളുടെ സൃഷ്ടിയിലുള്ള ആഗ്രഹത്തോടു കൂടിയവനായി ഭവിച്ചു. രജോ ഗുണം കൂടുമ്പോഴാണത്രേ മറ്റ് വികാരങ്ങളൊക്കെ ഉണ്ടാവുന്നത്, സൃഷ്ടിയിലുള്ള താല്പര്യമുണ്ടാകുന്നത്. അങ്ങനെ ഹിരണ്യഗർഭൻ രജോ ഗുണപ്രധാനനാകയാൽ അദ്ദേഹത്തിന് വിവിധങ്ങളായ ഭൂതജാലങ്ങളെ സൃഷ്ടിക്കാനുള്ള ആഗ്രഹമുണ്ടായി. അങ്ങനെ സൃഷ്ടി ആരംഭിക്കുകയാണ് ബ്രഹ്മാവ്. ഏവം ദേവ ചതുർദശാത്മക ജഗത് രൂപേണ ജാത പുനഃ തസ്യോർത്ഥം ഖലു സത്യലോകനിലയേ ജാതാസി ധാതാ സ്വയം. യം ശംസന്തി ഹിരണ്യഗർഭമഖില ത്രൈലോക്യജീവാത്മകം യോ ഭൂത് സ്ഫീതരജോ വികാരവികസൻ നാനാസി സൃക്ഷാരസഃ. ഇന്ന് 7-ാം ദശകത്തിലെ 2-ാമത്തെ ശ്ലോകമാണ്. ബ്രഹ്മാവിനോട് നിന്തിരുവടി തന്നെ തപസ് ചെയ്യാനായി നിർദ്ദേശിക്കുന്ന ഭാഗമാണ്. സോയം വിശ്വവിസർഗ ദത്തഹൃദയഃ സംപശ്യമാന സ്വയം ബോധം ഖൽവനവാപ്യ വിശ്വവിഷയം ചിന്താകുലസ്തസ്ഥിവാൻ താവത്തും ജഗദംബദേ തവ തപേതി ഏവം ഹി വൈഹായസീം വാണീമേനമശിശ്രവ ശ്രുതിസുഖാം കുർവം സ്തവ പ്രേരണം. സഹ അയം, അതായത് ആ ഹിരണ്യഗർഭൻ എന്നു പേരായ ബ്രഹ്മാവ് ലോക സൃഷ്ടിയിൽ
ചെലുത്തപ്പെട്ട മനസ്സോടു കൂടിയവനായി സ്വയം ആലോചിച്ചു നോക്കുന്നവനായിട്ട് സൃഷ്ടിക്കേണ്ട ലോകത്തെക്കുറിച്ചുള്ള സ്വരൂപ നിർണയത്തെ ലഭിക്കാതെ ചിന്താകുലനായി സ്ഥിതി ചെയ്തു. അതായത് ബ്രഹ്മാവിനെ സൃഷ്ടിക്കാനുള്ള മോഹമുണ്ടായി. പക്ഷെ എങ്ങനെ ഈ ലോകത്തെ സൃഷ്ടിക്കണം, ഏത് രീതിയിലാണ് തുടങ്ങേണ്ടത് എന്ന് ബ്രഹ്മാവിന് അറിയാത്തതുപോലെ അങ്ങനെ അദ്ദേഹം വിഷമിച്ചിരിക്കുകയാണ്. ആ സൃഷ്ടിക്കപ്പെടേണ്ട വസ്തുക്കളെ പറ്റി യാതൊരു ബോധവും അദ്ദേഹത്തിന് അന്നേരം ഉണ്ടായില്ല. ഇങ്ങനെ കർത്തവ്യമൂഢനായി ബ്രഹ്മാവ് സ്ഥിതി ചെയ്തപ്പോൾ ഭഗവാൻ തന്നെ തപ തപ എന്ന ഒരു അശരീരി വാക്ക് അദ്ദേഹത്തെ കേൾപ്പിക്കുകയുണ്ടായി. തപ എന്ന് പറഞ്ഞാൽ തപസ് ചെയ്യൂ, തപസ് ചെയ്യൂ എന്ന് ബ്രഹ്മാവിനോട് വാക്കാൽ പറഞ്ഞു. എവിടെയും ആളെ ഒന്നും ശരീരമൊന്നും കാണുകയുണ്ടായില്ല. ഈ അശരീരി വാക്യം നിന്തിരുവടി തന്നെ ഹിരണ്യഗർഭനാകുന്ന ബ്രഹ്മാവിനെ കേൾപ്പിച്ചതാണ്. പക്ഷെ ബ്രഹ്മാവിന് ആരാണ് ഇത് പറഞ്ഞത് എന്ന് മനസ്സിലായിട്ടുമില്ല. സോയം വിശ്വവിസർഗദത്ത ഹൃദയഃ സംപശ്യമാന സ്വയം ബോധം ഖൽവനവാപ്യ വിശ്വവിഷയം ചിന്താകുലസ്തസ്തിവാൻ താവത്വം ജഗദാംബദേ തപതവേദ്യേവം ഹി വൈഹായസീം വാണീം ഏനമശിശ്രവ ശ്രുതിസുഖാം കുർവം തപ പ്രേരണ. ഏഴാം ദശകത്തിലെ മൂന്നാമത്തെ ശ്ലോകമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത്. തപസ്സനുഷ്ഠിച്ച ബ്രഹ്മാവിന് തൻ്റെ വാസസ്ഥാനമായ വൈകുണ്ഠലോകം ഭഗവാൻ കാണിച്ചു കൊടുക്കുന്നു. കോസൗ മാമവദത് പുമാനിധി ജലാപൂർണേ ജഗന്മണ്ഡലേ ദിക്ഷു ദീക്ഷ്യ കിമപ്യനീക്ഷിതവതാ വാക്യാർത്ഥം ഉത്പശ്യതാ ദിവ്യം വർഷസഹസ്രമാത്തതപസാ തേന ത്വമാരാധിത തസ്മൈ ദർശിതവാനസി സ്വനിലയം വൈകുണ്ഠമേകാത്ഭുതം. സമസ്ത പ്രദേശവും ജലം നിറഞ്ഞിരിക്കുകയാണ്. ഈ അവസ്ഥയിൽ ആരാണ് എന്നോട് ഇങ്ങനെയൊരു വാക്യം പറഞ്ഞത്, തപസ് ചെയ്യൂ തപസ് ചെയ്യൂ എന്ന് ആലോചിച്ചുകൊണ്ട് ബ്രഹ്മാവ് സകല ദിക്കുകളിലും ശ്രദ്ധിച്ചു നോക്കി. ശരീരമോ രൂപമോ ഉള്ള ആരെയും അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞില്ല. ജലമൊഴികെ ഒന്നും തന്നെ അവിടെ അദ്ദേഹം കണ്ടില്ല. എങ്കിലും അതിൻ്റെ വാക്യാർത്ഥം ഗ്രഹിച്ച അദ്ദേഹം അതനുസരിച്ച് 1000 ദിവ്യവർഷക്കാലം തപസ് ചെയ്ത് നിന്തിരുവടിയെ സേവിച്ചു. തപസ്സുകൊണ്ട് പ്രസന്നനായ ഭഗവാൻ സർവ അത്ഭുതങ്ങളെക്കാൾ അത്ഭുതമായ തൻ്റെ വാസസ്ഥാനമായ വൈകുണ്ഠലോകം ബ്രഹ്മാവിന് പ്രത്യക്ഷമാക്കി കൊടുത്തുവല്ലോ. ഇവിടെ തപസ്സിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് അവർണ്ണനീയം തന്നെ. അപ്പോൾ 1000 ദേവവർഷക്കാലം തപസ് ചെയ്ത
ബ്രഹ്മാവിന് ഭഗവാന്റെ വാസസ്ഥാനമായ പരമമായ പദമായ വൈകുണ്ഠലോകം കാണാറായി. ഇത് അത്ഭുതം തന്നെ. കോസൗ മാമവദത് പുമാനിധി ജലാപൂർണേ ജഗന്മണ്ഡലേ ദിക്ഷു ദീക്ഷ്യ കിമപ്യനീക്ഷിതവദാ വാക്യാർത്ഥമുത്പശ്യതാ ദിവ്യം വർഷസഹസ്രം ആർത്തതപസാ തേന ത്വമാരാധിതസ്തസ്മൈ ദർശിതവാനസി സ്വനിലയം വൈകുണ്ഠമേവാദ്ഭുതം ഏകാദ്ഭുതം. മായാ യത്ര കദാപി നോ വിഗുരുതേ ഭാതേ ജഗദ്ഭ്യോ ബഹിഃ ശോകക്രോധ വിമോഹസാധ്വസമുഖാ പാപാസ്തു ദൂരം ഗതാഃ സാന്ദ്രാനന്ദചരീ ച യത്ര പരമജ്യോതിപ്രകാശാത്മകേ തത്തേ ധാമ വിഭാവിതം വിജയതേ വൈകുണ്ഠരൂപം വിഭോ. 7-ാം ദശകത്തിലെ 4-ാമത്തെ ശ്ലോകമാണിത്. വൈകുണ്ഠ ലോകത്തിൻ്റെ വർണ്ണനയാണ് ഇവിടെ ചെയ്യുന്നത്. ആയിരം ദിവ്യവർഷക്കാലം തപസ് ചെയ്ത ബ്രഹ്മാവിന് പ്രത്യക്ഷമായ ആ വൈകുണ്ഠലോകം 14 ലോകങ്ങളുടെയും പുറമെ ശോഭിക്കുന്നതും സർവ തേജസ്സുകളേക്കാൾ പ്രകാശം കൂടിയ ബ്രഹ്മ തേജസ്സിനാൽ സർവദാ പ്രകാശിപ്പിക്കപ്പെട്ടതുമാകുന്നു. അവിടെ മായാകാര്യമായ ഭേദബുദ്ധി ഒന്നും തന്നെ ഇല്ല. ശോക ക്രോധാദികളായ ചീത്ത വികാരങ്ങളുടെ കഥ പിന്നെ പറയേണ്ടതുണ്ടോ? അതൊന്നും തന്നെ വൈകുണ്ഠത്തിൽ ഇല്ല തന്നെ. സർവദാ ബ്രഹ്മാനന്ദം അനുഭവപ്പെടുന്നതും പ്രകാശമയവുമായ ആ വൈകുണ്ഠലോകം തന്നെ സർവലോകങ്ങളെക്കാൾ അത്യുത്കൃഷ്ടം. അതെ, തപസ്സുകൊണ്ട് നേടാൻ സാധിക്കുന്ന ആ ലോകം സാക്ഷാൽ വൈകുണ്ഠലോകം, ഭഗവാൻ വിഷ്ണുവിൻ്റെ എന്ന് തന്നെ പറയണം, ഇരിപ്പിടമായ അല്ലെങ്കിൽ വാസസ്ഥലമായ സാക്ഷാൽ വൈകുണ്ഠം. അനേക വർഷം തപസ് ചെയ്താൽ കാണാൻ സാധിക്കുന്ന ആ ബ്രഹ്മാനന്ദ തുല്യമായ വൈകുണ്ഠത്തിന് നമസ്കാരം. മായാ യത്ര കദാപി നോ വിഗുരുതേ ഭാതേ ജഗദ്ഭ്യോ ബഹിഃ ശോകക്രോധ വിമോഹസാധ്വസമുഖാ ഭാവാസ്തു ദൂരം ഗതാഃ സാന്ദ്രാനന്ദചരീ ച യത്ര പരമ ജ്യോതിപ്രകാശാത്മകേ തത്തേ ധാമ വിഭാവിതം വിജയതേ വൈകുണ്ഠരൂപം വിഭോ. ഏഴാം ദശകത്തിലെ 5-ാമത്തെ ശ്ലോകം. വൈകുണ്ഠ ലോകത്തുള്ള ദിവ്യ ജനങ്ങളെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. യസ്മിന്നാമ ചതുർഭുജ ഹരിമണിശ്യാമാവദാത തിഷോ നാനാഭൂഷണ
രത്നദീപിതദിശോ രാജത്വിമാനാലയാ ഭക്തി പ്രാപ്ത തഥാവിധോന്നതപദാ ദിവ്യന്തി ദിവ്യാജനാ തത്തേ ധാമ നിരസ്ത സർവശമലം വൈകുണ്ഠരൂപം ജയേത്. വൈകുണ്ഠ ലോകത്തിലെ നിവാസികളെല്ലാം തന്നെ ഭഗവാന്റെ സാരൂപ്യം പ്രാപിച്ചവരാണ്. അതായത് വൈകുണ്ഠ ലോകത്തുള്ളവർ ഭഗവാനെ പോലെ തന്നെ ചതുർഭുജന്മാരും ഇന്ദ്രനീലക്കല്ല് പോലെ കറുത്തതും ശുദ്ധവുമായ ദേഹകാന്തിയുള്ളവരും നാനാപ്രകാരങ്ങളായ രത്നാലങ്കാരങ്ങളാൽ ഭൂഷിതരുമാണ്. അതായത് എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ ഭഗവാനെ പോലെ തന്നെ നമുക്ക് തോന്നും, മഹാവിഷ്ണുവിനെ പോലെ തോന്നിക്കുന്ന ആകാരമുള്ള അലങ്കാരങ്ങളുള്ള ആളുകളാണ്. അവർ ശോഭിക്കുന്ന വിമാനങ്ങളിൽ സ്ഥിതി ചെയ്യുന്നവരുമാണ്. ഭക്തി കൊണ്ട് കിട്ടിയ ആ വിധമുള്ള ഉയർന്ന സ്ഥാനത്തോടു കൂടിയ ആ ദിവ്യപുരുഷന്മാർ അവിടെ പ്രകാശിക്കുന്നു. അവിടെ പാപലേശമില്ല. അപ്രകാരമുള്ള നിന്ദ്രവടിയുടെ ലോകം സർവോത്കൃഷ്ടമായി ശോഭിക്കട്ടെ. വൈകുണ്ഠം ഏറ്റവും പ്രാധാന്യമേറിയ അല്ലെങ്കിൽ ഉത്കൃഷ്ടമായ ഒരു ലോകമാണ് എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. യസ്മിൻ നാമ ചതുർഭുജ ഹരിമണിശ്യാമാവദാതദ്വിഷോ ദാനാഭൂഷണ രത്നദീപിതദിശോ രാജദ്വിമാനാലയ ഭക്തിപ്രാപ്ത തഥാവിധോന്നതപദാ ദിവ്യന്തി ദിവ്യാജനാഃ തത്തേ ധാമ നിരസ്ത സർവശമലം വൈകുണ്ഠരൂപം ജയേത്. ഏഴാം ദശകത്തിലെ 6-ാമത്തെ ശ്ലോകം. ഈ വൈകുണ്ഠത്തിൽ ലക്ഷ്മീദേവി കൂടി ഉണ്ടല്ലോ. ലക്ഷ്മീദേവിയെ കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. നാനാദിവ്യവധൂജനൈരവിവൃത വിദ്യുല്ലതാ തുല്യയാ വിശ്വോന്മാദന ഹൃദ്യേ ഗാത്രലതയാ വിദ്യോദിതാശാന്തരാ ത്വത്പാദാംബുജ സൗരഭൈകകുതുകാൻ ലക്ഷ്മീ സ്വയം ലക്ഷ്യത്തെ യസ്മിൻ വിസ്മയനീയ ദിവ്യവിഭവ തത്തേ പദം ദേഹി മേ. ലക്ഷ്മീദേവി വൈകുണ്ഠത്തിൽ എങ്ങനെയാണ് വസിക്കുന്നത്? അനേകം ദിവ്യ സ്ത്രീകളുടെ സംഘങ്ങളാൽ സേവിക്കപ്പെട്ടവളും അതിസുന്ദരമായ ശരീരശോഭ കൊണ്ട് സകല ദിക്കുകളെയും പ്രകാശിപ്പിക്കുന്നവളും ആശ്ചര്യകരമായ ദിവ്യ പ്രഭാവത്തോടു കൂടിയവളും ആയ ലക്ഷ്മീദേവി സ്വയം നിന്തിരുവടിയുടെ പാദപത്മങ്ങളുടെ സുഗന്ധം അനുഭവിപ്പാൻ ആശിച്ചുകൊണ്ട് നിത്യം വാഴുന്നതാണ് ആ വൈകുണ്ഠലോകം. അതിൻ്റെ മാഹാത്മ്യം ആർക്കാണ് വർണ്ണിപ്പാൻ സാധിക്കുക? ആ ദിവ്യലോകം എനിക്കും സിദ്ധിക്കണമേ എന്ന് കവി പ്രാർത്ഥിക്കുകയാണ്. വളരെ സുന്ദരമായ മനോമോഹനമായ വൈകുണ്ഠലോകം നമുക്കും പ്രാപിക്കാൻ സാധിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം.
നാനാദിവ്യ വധൂജനൈരഭിവൃതാ വിദ്യുല്ലതാ തുല്യയാ വിശ്വോന്മാദന ഹൃദ്യഗാത്രലതയാ വിദ്യോദിതാ ശാന്തരാ ത്വത്പാദാംബുജ സൗരഭൈകകുതുകാത് ലക്ഷ്മീ സ്വയം ലക്ഷ്യതേ യസ്മിൻ വിസ്മയനീയ ദിവ്യവിഭവാ തത്തേ പദം ദേഹി മേ. ഏഴാം ദശകത്തിലെ ഏഴാമത്തെ ശ്ലോകമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത്. വൈകുണ്ഠത്തിൽ കണ്ട ഭഗവാന്റെ വിഗ്രഹത്തെ ബ്രഹ്മാവ് വർണ്ണിക്കുന്ന ഒരു ഭാഗമാണ് ഇത്. തത്രൈവം പ്രതിദർശിതേ നിജപദേ രത്നാസനാധ്യാസിതം ഭാസ്വത്കോടിലസത്കിരീട കടകാദ്യാകൽപ ദീപ്രാകൃതി ശ്രീവത്സാംഗിത മാത്ര കൗസ്തുഭമണിഛായാരുണം കാരണം വിശ്വേഷാം തവ രൂപം ഐക്ഷത വിധിസ്തസ്തേ വിഭോ ഭാതു മേ. ബ്രഹ്മാവ് വൈകുണ്ഠലോകത്ത് പ്രത്യക്ഷമായി കണ്ട ഭഗവാന്റെ വിഗ്രഹത്തെ വർണ്ണിക്കുകയാണ്. ഇപ്രകാരം കാണിച്ചു കൊടുക്കപ്പെട്ട നിന്തിരുവടിയിലെ ലോകത്ത് ബ്രഹ്മാവ് രത്നസിംഹാസനത്തിന്മേൽ സുഖമായി ഇരിക്കുന്നവനും കോടി സൂര്യന്മാരെ പോലെ ശോഭിക്കുന്ന കിരീടം, വളകൾ മുതലായ ആഭരണങ്ങളാൽ തിളങ്ങുന്ന രൂപത്തോടു കൂടിയവനും ശ്രീവത്സം എന്ന മറു അടയാളമായിട്ട് ഉള്ളവനും മാരടത്തിൽ ധരിച്ചിട്ടുള്ള കൗസ്തുഭരത്നത്തിൻ്റെ കാന്തി കൊണ്ട് അല്പം ചുവന്നതും സമസ്ത പ്രപഞ്ചങ്ങളുടെയും കാരണവുമായ അവിടുത്തെ വിഗ്രഹത്തെ പ്രത്യക്ഷമായി കണ്ടു. രണ്ടാം ദശകത്തിൽ പറഞ്ഞ സൂര്യസ്പർദ്ധി കിരീടം തുടങ്ങിയ ശ്ലോകങ്ങളിൽ ഉള്ള ആ വിവരണങ്ങൾ തന്നെയാണ് ഇവിടെയും ഉള്ളത്. അല്ലയോ ഭഗവാനെ, നിന്തിരുവടിയുടെ ആ രൂപം എനിക്കും പ്രകാശിക്കുമാറാകണേ. തത്രൈവം പ്രതിദർശിതേ നിജപദേ രത്നാസനാധ്യാസിതം ഭാസ്വത്കോടിലസത്കിരീട കടകാദ്യാകൽപതി പ്രാകൃതി ശ്രീവത്സാംഗിതമാത്ര കൗസ്തുഭമണി ഛായാരുണം കാരണം വിശ്വേഷം തവ രൂപമൈക്ഷത വിധി തത്തേ പ്രഭോ വിഭോ പാതു മേ. ഏഴാം ദശകത്തിലെ എട്ടാമത്തെ ശ്ലോകമാണ്. കാളാംബോധ കലായ കോമളരുചീചക്രേണ ചക്രം ദിശാമാവൃണ്വാനമുദാര മന്ദഹസിത സ്യന്തപ്രസന്നാനനം രാജത്കമ്പുകധാരി പങ്കജ ധര ശ്രീമദ് ഭുജാമണ്ഡലം സൃഷ്ടു തുഷ്ടീകരം ബഭുസ്തവ വിഭോ മദ്രോഗം ഉദ്വാസയേത്. കറുത്ത മേഘം, കളായ പുഷ്പം എന്നിവ പോലെ ഭംഗിയുള്ള കാന്തി വലയം കൊണ്ട് ദിക്കെല്ലാം വ്യാപിക്കുന്നതും മന്ദഹാസ സുന്ദരമായ പ്രസന്ന മുഖത്തോടു കൂടിയതും
ശോഭിക്കുന്ന ശംഖ ചക്ര ഗദാ പത്മങ്ങളെ ധരിച്ച 4 കൈകളോടുകൂടിയതും ആ സമയത്ത്, അതായത് ഈ രൂപം കണ്ട സമയത്ത് ബ്രഹ്മാവിന് ആനന്ദം നൽകിയതുമായ നിന്തിരുവടിയുടെ വിഗ്രഹം, അല്ലയോ ഭഗവാനെ, എൻ്റെ രോഗത്തെ ഓടിക്കുക തന്നെ ചെയ്യും, ഇല്ലാതാക്കുക തന്നെ ചെയ്യും എന്നാണ് ഭട്ടതിരി പറയുന്നത്. എൻ്റെ താപങ്ങൾ താനേ അകന്നു പോകും. ഈ രൂപം സ്മരിച്ചാൽ തന്നെ എൻ്റെ താപങ്ങൾ എത്രയും പെട്ടെന്ന് അകന്നു പോകണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അത് മിക്കവാറും എല്ലാ ശ്ലോകങ്ങളിലും അവിടെ ഭട്ടതിരി പറയുന്നുണ്ട്. അപ്പോൾ ഭഗവാന്റെ ഈ രൂപം മനസ്സാ ആസ്വദിച്ചാൽ തന്നെ, മനസ്സുകൊണ്ട് സ്മരിച്ചാൽ തന്നെ നമ്മുടെ താപങ്ങളെല്ലാം തന്നെ നീങ്ങിപ്പോകും. അപ്പോൾ പിന്നെ ആ പുണ്യവിഗ്രഹം അല്ലെങ്കിൽ ആ രൂപം കണ്ടു കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ? തീർച്ചയായിട്ടും നമുക്ക് പരമാനന്ദം തന്നെയാണ്, മോക്ഷം കിട്ടിയതിന് തുല്യം തന്നെയാണ് എന്ന് ഇവിടെ നമുക്ക് പറയാൻ കഴിയും. കാലാംബോധകലായ കോമളരുചീചക്രേണ ചക്രം ദിശാമാവൃണ്വാനം ഉദാരമന്ദസിത ചന്ദപ്രസന്നാനനം രാജത്കമ്പു ഗദാരി പങ്കജധര ശ്രീമദ്ഭുജാമണ്ഡലം സൃഷ്ടുതുഷ്ടികരം വപുസ്തവ വിഭോ മദ്രോഗം ഉദ്വാസയേത്. ഏഴാം ദശകത്തിലെ 9ാമത്തെ ശ്ലോകം ഭഗവാന്റെ ദ്വൈതാദ്വൈതമായ രൂപത്തെക്കുറിച്ചാണ് വർണ്ണന. ദൃഷ്ട്വാ സംഭൃത സംഭ്രമ കമലഭൂഃ ത്വത്പാദപാദോരുഹേ ഹർഷാവേശവശം വദോ നിബദിത പ്രീത്യാ കൃതാർത്ഥീ ഭവൻ ജാനാസ്യേവ മണീഷിതം മമ വിഭോ ജ്ഞാനം തദാ പാദയ ദ്വൈതാദ്വൈത ഭവത്സ്വരൂപമര പരമിത്യാജഷ്ട തം ത്വാം ഭജേ. നിന്തിരുവടിയുടെ രൂപം കണ്ടിട്ട് നിറഞ്ഞ പരിഭ്രമത്തോടു കൂടിയ ബ്രഹ്മാവ് ശക്തിമത്തായ സന്തോഷത്തിന് വശപ്പെട്ടവനായി നിന്തിരുവടിയുടെ ചരണകമലത്തിൽ വീണ് നമസ്കരിച്ച് കൃതാർത്ഥനായി സന്തോഷത്തോടെ എഴുന്നേറ്റ് ബോധിപ്പിച്ചു. അദ്ദേഹത്തിന് ഇത്രയും പുണ്യമായ ആ രൂപത്തെ കണ്ട് നിറഞ്ഞ പരിഭ്രമവും സന്തോഷവും ഉണ്ടായി. കാൽക്കൽ വീണ് നമസ്കരിച്ചു. പിന്നീട് എഴുന്നേറ്റ് ഇപ്രകാരം ബോധിപ്പിക്കുകയാണ്. അല്ലയോ വിഭോ, എൻ്റെ അഭിലാഷത്തെ അവിടുന്ന് നിശ്ചയമായും അറിയുന്നുണ്ട്. എങ്കിലും പറയാം, ദ്വൈതരൂപവും അദ്വൈത രൂപവുമായിരിക്കുന്ന, അതായത് ദ്വൈതമായ പ്രപഞ്ചരൂപത്തിലും അദ്വൈതമായ പരബ്രഹ്മരൂപത്തിലും ശോഭിക്കുന്ന അങ്ങയുടെ സ്വരൂപത്തിൻ്റെ യഥാർത്ഥ ജ്ഞാനം എനിക്കുണ്ടാക്കിത്തരണമേ. പ്രപഞ്ച സൃഷ്ടിക്ക് പ്രാപഞ്ചിക വസ്തുക്കളുടെ അറിവ് ആദ്യമേ തന്നെ വേണ്ടതാണല്ലോ. ഈ വിധം വേദമൂർത്തിയായ ബ്രഹ്മാവിനാൽ പോലും പ്രാർത്ഥിക്കപ്പെട്ട ഭഗവാനെ ഞാൻ സേവിക്കുന്നു. ദൃഷ്ട്വാ സംഭൃത സംഭ്രമ കമലഭൂത്വത്പാദപാദോരുഹേ
ഹർഷാവേശവശം വദോ നിപതിത പ്രീത്യാ കൃതാർത്ഥീ ഭവൻ ജാനാസ്യേവ മനീഷിതം മമ വിഭോ ജ്ഞാനം തദാ പാദയ ദ്വൈതാദ്വൈത ഭവത്സ്വരൂപ പരമിത്യാജഷ്ട ത്വം ത്വാം ഭജേ. ഏഴാം ദശകത്തിലെ 10ാമത്തെ ശ്ലോകമാണിത് എന്ന് പാരായണം ചെയ്യുന്നത്. അവസാനത്തെ ശ്ലോകം. ആതാമ്രേ ചരണേ വിനമ്രമദതം ഹസ്തേന ഹസ്തേ സ്പൃശന് ബോധസ്തേ ഭവിതാ ന സർഗവിധിബിർബന്ധോപി സഞ്ജായതേ ഇത്യാഭാഷ്യ ഗിരം പ്രദോഷ്യ നിതരാം തച്ചിത്തഗൂഢസ്വയം സൃഷ്ടൗ ത്വം സമുദൈരയഃ സ ഭഗവൻ ഉല്ലാസയോല്ലാകതാം. ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഭഗവാൻ സൃഷ്ടിക്കായി പ്രേരിപ്പിക്കുന്നു. അല്പം ചുവന്നതായ കാലുകളിൽ വീണ് വണങ്ങിയ ബ്രഹ്മാവിനെ സ്വന്തം കൈകൊണ്ട് കയ്യിന്മേൽ സ്പർശിച്ചും കൊണ്ട് അങ്ങേക്ക് ജ്ഞാനമുണ്ടാകും, എന്നാൽ സൃഷ്ടികർമ്മങ്ങൾ കൊണ്ട് ഒരു ബന്ധം ഉണ്ടാവുകയുമില്ല എന്ന് പറഞ്ഞ് സന്തോഷിപ്പിച്ചു. പിന്നീട് ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ ഇരുന്നും കൊണ്ട് സൃഷ്ടിക്കായി അദ്ദേഹത്തെ പ്രേരിപ്പിക്കുകയും ചെയ്തു. ഇപ്രകാരം ബ്രഹ്മാവിന് പോലും പ്രേരകനായിരിക്കുന്ന അവിടുന്ന് എന്നിൽ കടാക്ഷിച്ച് എനിക്ക് ആരോഗ്യം നൽകണമേ, എൻ്റെ വ്യാധികളെ തീർത്തു തരണമേ ഭഗവാനേ. കൃഷ്ണ ഗുരുവായൂരപ്പ. ആതാമ്രേ ചരണേ വിനമ്രമദതം ഹസ്തേന ഹസ്തേ സ്പൃശന് ബോധസ്തേ ഭവിതാ ന സർഗവിധിബിർബന്ധോപി സഞ്ജായതേ ഇത്യാഭാഷ്യ ഗിരം പ്രദോഷ്യ നിതരാം തച്ചിത്തഗൂഢസ്വയം സൃഷ്ടൗ തം സമുദൈരയ സ ഭഗവൻ ഉല്ലാസയോല്ലാകതാം.